ഇപ്പോൾ NSS ഇടതുപക്ഷത്തോട് അടുക്കുകയാണ് എന്ന് നമ്മൾ ശരിക്കും വിശ്വസിക്കണോ? കാരണം ചരിത്രപരമായി തന്നെ 57 മുതലുള്ള ചരിത്രം എടുത്താൽ NSS എപ്പോഴും UDF പക്ഷത്തായിരുന്നു. വളരെ പ്രകടമായ നിലപാടുകൾ എടുത്ത സമയവുമുണ്ട്, സമദൂരം എന്ന പേരിൽ മൃദുവായിട്ടുള്ള നിലപാടെടുത്ത സമയവുമുണ്ട്. പക്ഷേ എപ്പോഴും NSSന്റെ ഒരു പക്ഷപാതിത്വം UDFനോടായിരുന്നു എന്ന് മാത്രമല്ല, NSSന്റെ കാര്യങ്ങൾ നടക്കുന്നത് UDF അധികാരത്തിലുള്ളപ്പോഴാണ്. UDFലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് പോലും NSS ആണല്ലോ. ഇപ്പോൾ VD സതീശൻ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാവേണ്ട ആളായിരുന്നു. പക്ഷേ ഐ ഗ്രൂപ്പിൽ നിന്ന് PS ശിവകുമാറാണ് മന്ത്രിയായത്. സമുദായത്തിന്റെ അല്ലെങ്കിൽ NSSന്റെ എൻഡോഴ്സ്മെന്റ് ആർക്ക് എന്നുള്ളത് അതിലൊരു ഘടകമായിരുന്നു എന്നെന്ന് വാർത്തകൾ വന്നതാണല്ലോ. അതിനുശേഷം താക്കോൽ സ്ഥാനത്ത് ആൾ വേണം എന്ന് ആവശ്യപ്പെട്ടത്, സർക്കാരിനോട് ആവശ്യപ്പെട്ടത് NSS ആണ്. LDF ഭരിക്കുമ്പോൾ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളുടെ ഇന്ന ആളെ വെക്കണം എന്ന് NSS ആവശ്യപ്പെടാറില്ല, ആവശ്യപ്പെടാനായിട്ട് നടക്കാറില്ല. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും എന്ന ഒരു ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റപ്പെടുമ്പോൾ അദ്ദേഹം AICCയിലേക്കല്ല പോകുന്നത്, ചങ്ങനാശ്ശേരിയിലേക്കാണ് എന്ന് പറഞ്ഞതുപോലെ UDF രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ഘടനയുടെ ഭാഗമായി നിന്നിരുന്ന NSS 10 കൊല്ലം ഭരണമില്ലാതായിരിക്കുമ്പോൾ LDFിലേക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ആഭിമുഖ്യം മാറ്റും എന്ന് കരുതണോ, അതോ ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആയി കാണണോ? അല്ല, ഇതിൽ 2 ആസ്പെക്ട്സ് ഞാൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ NSSന്റെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. NSS അന്നും ഇന്നും ചില ഒരു സമുദായ താല്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ തന്നെ സമുദായത്തിലെ മേലേക്കിടയിലുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത്. അതാണ് വാളയെ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിന് നിലപാടുകളിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ നിലപാട് ആർക്കാ മാറ്റം വന്നത്? നിലപാടിൽ മാറ്റം വരുത്തിയത് NSSന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഈ നാടിനെ ഭരിച്ചുകൊള്ളാം എന്നുള്ള ഒരു അങ്ങോട്ടൊരു ഒരു റെപ്രസെൻറ്റേഷൻ അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണെന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി സമ്മതത്തോടുകൂടി വാസവൻ മന്ത്രി ഞങ്ങളെ വന്ന് കണ്ടിട്ട് ചില ഉറപ്പുകൾ തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഉറപ്പുകൾ, അതിനകത്ത് പ്രത്യേകിച്ച് ഉറപ്പൊന്നും കൊടുക്കേണ്ട, ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു ഉറപ്പിൻ്റെ കാര്യത്തിൽ സർക്കാർ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞിട്ട് പഴയ നിലപാട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പെന്ന് പറയുന്നത് കേരളത്തിലുള്ള ഭരണകൂടത്തെ എവിടെയാണോ UDFിൽ നേരത്തെ അമിതാധികാര പ്രയോഗം നടത്തിയത്, ആ തരത്തിലുള്ള അമിതാധികാര പ്രയോഗം ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇടതുപക്ഷത്തും നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇന്ന് NSSന് ഉണ്ടായിട്ടുണ്ട്. അത് ആ നാരറ്റീവ് വളരെ വളരെ ഡാമേജിങ് ആണ് യഥാർത്ഥത്തിൽ. കാരണം എന്താണ്, അങ്ങനെ ഒരു നാരറ്റീവ് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാരിന്, ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കേരളത്തിലെ വളരെ 10-15% അങ്ങനെ എളുപ്പമാണോ? മുൻകാലങ്ങളിൽ ഇപ്പോൾ NDP ഉണ്ടായിരുന്ന കാലത്ത് UDFന്റെ ഘടകകക്ഷിയായിരുന്നു. പല കാര്യങ്ങളിൽ ഒരു സേ NSSന് ഉണ്ടായിരുന്നു ഭരണത്തിൽ. പക്ഷേ ഇപ്പോൾ പരിപാടിക്കൊക്കെ വിളിക്കുന്നുണ്ടാവും എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു റാപ്പോ ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് ഒരു സേ NSSന് LDF ഭരണത്തിൽ കിട്ടുമോ? അവർ UDF ഭരണം വരാനല്ലേ സ്വാഭാവികമായി ആഗ്രഹിക്കുക? അല്ല അഭിലാഷ, ഞാൻ പറയുന്നത് നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാരറ്റീവിനെ കുറിച്ചാണ്. അത് വസ്തുതയാണോ, അതിനകത്ത് വാസ്തവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ താല്പര്യങ്ങളെ നയിക്കുന്നത്, ഒരു കാലത്ത് അവരെ ആരെയാണോ തകർക്കാൻ ശ്രമിച്ചത്, അവരെ ആരെയാണോ എതിർക്കാൻ ശ്രമിച്ചത്, അതേ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ ശക്തികളുടെ താല്പര്യങ്ങളെ ഇന്ന് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള പ്രശ്നം. എന്നുവെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളുടെ ലക്ഷണമാണ് ഇന്ന് NSSന്റെ നേതാവ് എടുക്കുന്ന ഈ വളരെ പരസ്യമായിട്ടുള്ള പിണറായി അനുകൂലമായ സമീപനം. അത് ഉണ്ടാക്കാൻ പോകുന്ന റിപ്പർക്കഷൻ, അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡീഷണൽ ആയിട്ട് പ്രത്യേകമായിട്ട് വോട്ടൊന്നുമില്ല. പക്ഷേ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും, ഏതാണ്ട് ഒരു 60-70% ജനങ്ങളും ഈ പറയുന്ന സംവരണ സമുദായങ്ങളിൽ നിന്ന് എന്ന് പറയുന്ന കൂട്ടരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ ഘടകവിരുദ്ധമായ നിലപാടാണ് NSSലെ സാമ്പത്തിക സംവരണം വേണമെന്ന അവരുടെ നിലപാട്. ഈ സാമൂഹികമായി അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്കല്ല സംവരണം വേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആ നിലയിൽ നിലപാടെടുക്കുന്ന ഒരു കൂട്ടർ സർക്കാരിനെ നിയന്ത്രിക്കുന്നു, സർക്കാർ നിലപാടുകളെ നിയന്ത്രിക്കാൻ ശേഷി അവർക്കുണ്ട് എന്ന് വരുമ്പോൾ അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതമുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. NSS പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇന്ന ആളായിരിക്കും, അല്ലെ ആഭ്യന്തരമന്ത്രി ഇന്ന ആളായിരിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു നാരറ്റീവ് ഉണ്ടാവുന്നത് ആ തരത്തിൽ ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇതാണല്ലോ, ആ തരത്തിലൊരു ക്യാമ്പയിൻ ആണല്ലോ മുസ്ലിം കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വല്ല കുഞ്ഞാലിക്കുട്ടിയും പിന്നെ അമീറും ചേർന്നിട്ട് കേരളം ഭരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള വർഗീയമായിട്ട് ഒരു പ്രൊജക്ഷൻ ആയിരുന്നു. ആ പ്രൊജക്ഷൻ ഇന്ന് NSSന് അനുകൂലമായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും എന്ന് ഇടതുപക്ഷക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്.